നമസ്കാരം. സാജി ടോക്സിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായ ഒരു എപ്പിസോഡിന് തുടങ്ങുന്ന സമയത്ത് ഏത് വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് ഏതൊരു തുടക്കക്കാരനെ പോലെയും എനിക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അത് ആരോഗ്യ മേഖലയെക്കുറിച്ച് സംസാരിക്കണോ, ചികിത്സാ രംഗത്തെക്കുറിച്ച് ചികിത്സിക്കണോ, ആരോഗ്യ മേഖലയിലാണ് വരുന്നതെങ്കിൽ പോലും ആത്മീയതയെക്കുറിച്ച് സംസാരിക്കണോ, ഒരുപാട് വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുമായി പൊതുസമൂഹവുമായി സംസാരിക്കാൻ യഥാർത്ഥത്തിലുണ്ട്. എങ്കിൽ പോലും പെട്ടെന്ന് ഒരു അനുഭവമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഇതിൻ്റെ ക്യാപ്ഷനും അങ്ങനെ തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത്. ലോകത്തെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അല്ലെങ്കിൽ സത്യമായ അമ്മമാരെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് അമ്മമാരെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി അത്തരം ഒരു ചിന്തയിലോട്ട് നയിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് എന്നുള്ളതാണ് സത്യം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരു മകനും മകളുമായി ചികിത്സയ്ക്കെത്തി. തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ എവിടെയോ എന്ന് പറയുന്നതിനേക്കാൾ തിരുനെൽവേലിയുടെ ഉള്ള ഉൾനാടൻ ഗ്രാമത്തിൽ ഇവിടെ നിന്നും എത്തിയതായിരുന്നു അവർ. അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ മനുഷ്യന് ഗൃഹനാഥന് പുള്ളിക്ക് പക്ഷാഘാതം വരികയും അവിടുന്ന് ഒരു സൈഡ് സ്തംഭനം ആവുകയും വ്യക്തമായി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ അതിനോടൊപ്പം തന്നെ പുള്ളിക്ക് സെർവിക്കൽ സ്പോണ്ടലൈസിസ് എന്ന് പറയുന്ന കഴുത്തിന് വേണ്ടിയിട്ടുള്ള തിരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരുന്നു. ഒപ്പം ഒരു മകനുള്ളത് ഏകദേശം 44-45 വയസ്സായെങ്കിലും നമുക്ക് അറിയാൻ കഴിഞ്ഞത് മകൻ അന്ന് തൊട്ട് അപസ്മാര രോഗിയാണ്. അതിലുപരിയായി അവനൊരു മന്ദബുദ്ധിയാണ്, ജന്മനാൽ മന്ദബുദ്ധിയായിട്ടുള്ളൊരു മകനായിരുന്നു അവൻ. അപ്പോൾ ഈ രണ്ട് വ്യക്തികളെ നോക്കേണ്ട ചുമതല ഈ അമ്മയ്ക്കാണ് എന്നുള്ളതായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ ധർമ്മസങ്കടം. ഒരു മകൾ കൂടെ വന്നത് വിവാഹം കഴിഞ്ഞു, ഏകദേശം അവരിപ്പോൾ സെപ്പറേറ്റഡ്. ആ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവർ മറ്റേതോ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നു. അവരെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയായി നല്ല വ്യത്യാസം കണ്ടു. അവർ വളരെ സന്തോഷം ഇതിലാണ്. അങ്ങനെ എനിക്ക് യാദൃശ്യമായ ഒരു ദിവസം ഈ അമ്മയുടെ തന്നെ ചില പ്രശ്നങ്ങളായിട്ട് എൻ്റെ ഒപിയിൽ വരുന്നു. അമ്മ എൻ്റെ മുമ്പ് വന്നിരുന്നപ്പോൾ അമ്മയുടെ കണ്ണുകൾ വല്ലാതെ കലങ്ങിയിരുന്നു. വളരെ സന്തോഷത്തിനിടയ്ക്കും അമ്മ എന്താണ് ദുഃഖിപ്പിച്ചതെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മയ്ക്ക് ഇവരെ കൂടാതെ ഒരു മകനുണ്ട്. ആ അവൻ ഓസ്ട്രേലിയയിലായിരുന്നു ജോലി. ചുരുക്കത്തിൽ അവൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ചികിത്സയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത്. അവൻ മാത്രമേ ആ കുടുംബത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവനിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു, ഈ അച്ഛനെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് അമ്മ നാട്ടിലോട്ട് പോകണം. അവൻ ഈ ചികിത്സയും കാര്യങ്ങളൊന്നും താങ്ങാനും അല്ലെങ്കിൽ ഇതിലേക്ക് വേണ്ടി അവൻ തയ്യാറാകുന്നില്ല. അതാണ് ഈ അമ്മയെ വളരെയധികം ദുഃഖിപ്പിച്ചത്. അമ്മ ഒരു വിധത്തിലും ആ മകനെയോ സ്വന്തം ഭർത്താവിനെയോ വിട്ടുകളയാൻ അമ്മ ഉദ്ദേശിക്കുന്നില്ല. അവിടെ അമ്മയുടെ മഹത്വം ഞാൻ വല്ലാതെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. എന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെ അത് കഴിയും, എൻ്റെ ഭർത്താവിനെയും എൻ്റെ മകനെ എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു ഒരു വിഷമമാണ് അമ്മ പങ്കുവച്ചത്. അത് കേട്ട് വളരെ വിഷമിച്ച് ഞാനിരിക്കുകയായിരുന്നു. എങ്കിൽ പോലും ആ സമയത്ത് അമ്മ വളരെ സന്തോഷത്തോടെ നിറകണ്ണുകളോടുകൂടിയാണെങ്കിലും ഞങ്ങളെ നോക്കി കൈകൂപ്പി. അതിനുള്ള കാരണം പ്രധാനപ്പെട്ട ഒരു സന്തോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 40 വർഷത്തിലേറെ ഈ മകൻ സ്വന്തമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ചുരുക്കത്തിൽ അവൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കുവാൻ കഴിവില്ലാത്ത രീതിക്കായിരുന്നു. ഒന്ന് കുളിക്കുവാനോ പല്ലു തേക്കുവാനോ ഒന്നും കഴിയാത്ത ഈ മകൻ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ആ അമ്മയെ ഉപദ്രവിക്കാതെ സ്വന്തമായി പല്ലു തേക്കുന്നു, കുളിക്കുന്നു, അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അവൻ അവസാനമായി ഇപ്പോൾ പേപ്പറിൽ പണ്ടെങ്ങോനോ പഠിച്ച ചില കാര്യങ്ങൾ അവന് ഓർമ്മയിൽ വന്ന് പേപ്പറിൽ അവൻ ഓം നമഃ ശിവായ എന്നൊക്കെ എഴുതുന്നു. മകനിൽ കണ്ട ഈ മാറ്റങ്ങൾ ആ അമ്മ വളരെയധികം ആഹ്ലാദവതിയായിരുന്നു. അപ്പോഴാണ് മൂത്ത മകൻ്റെ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം കണ്ട് അവർ ദുഃഖിതയായി ഞാൻ കണ്ടത്. അപ്പോൾ ഇനി ഇത് എല്ലാം സഹിക്കുന്ന അമ്മമാരുടെ ഒരു അവസ്ഥ, അമ്മയുടെ ഒരു ദയനീയ ചിത്രം എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് ഈ ഒരു വിഷയം തന്നെ ആദ്യമായി പൊതുസമൂഹത്തോട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇനി എനിക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിന് വലിയ താല്പര്യം ഉണ്ടാകുന്ന വിഷയം, അല്ലെങ്കിൽ ഹോമിയോ ശാസ്ത്രം പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ നമ്മുടെ തത്തുല്യരായ മറ്റ് ഡോക്ടർമാർക്കും ബാക്കിയുള്ള ഹോമിയോ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് പറയാൻ വരുന്നത്. ഈ മകൻ എത്രയധികം മാറ്റം വരാൻ എങ്ങനെ സഹായിച്ചു, എന്തിങ്ങനെ കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം മാത്രം പറയുകയാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവൻ ആദ്യം കൊണ്ടുവന്ന സമയത്ത് തന്നെ ഞങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചു. ഇവൻ ഞങ്ങളെയൊക്കെ നോക്കുന്നത് ഒരു പ്രത്യേക രീതിക്ക്, കണ്ണെടുക്കാതെ ഇമ വെട്ടാതെ, അതായത് ചുറ്റുമുള്ള കോലാഹലങ്ങളൊന്നും തന്നെ അവൻ്റെ മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവനിങ്ങനെ നമ്മളെ നോക്കിയിരിക്കും. ആ നോക്കിയിരിക്കുന്ന വെച്ചാൽ ഏതോ ഒരു കാന്തിക വലയത്തിനകത്ത് അകപ്പെട്ട രീതിക്കുള്ള ഒരു നോട്ടം. ആ നോട്ടം വച്ച് തന്നെ ഞങ്ങൾ ഹോമിയോക്കാർ പറയുന്ന ഒരു ഭാഷ, ഒരു റൂബ്രിക് എന്ന് പറയും, ഒരു നമ്മൾ തിരഞ്ഞെടുത്തു. ലുക്സ് ആസ് ഇഫ് മെസ്മറൈസ്ഡ്. ഈ ഒറ്റ റൂബ്രിക്ക് നമ്മൾ കണ്ടെത്തിയ മരുന്ന് ഒയനാന്തസ് ക്രൊക്കറ്റ എന്ന് പറയുന്ന ഹോമിയോപ്പതി മരുന്നാണ്. ആ മരുന്ന് യഥാർത്ഥത്തിൽ അപസ്മാരത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം കൂടി അപസ്മാരത്തിനും മന്ദബുദ്ധിയും പിന്നെ ഈ പറയുന്ന അവൻ്റെ നോട്ടത്തിൻ്റെ പ്രത്യേകത എല്ലാം കൂടെ കൊടുത്ത് ആ മരുന്ന് തീർച്ചയായും അവന് യോജിക്കുമെന്നുള്ള ഒരു ധാരണയിൽ തന്നെ അവന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു. വളരെയധികം മാറ്റം അവനെ കണ്ടു. ഈ ഒരു സന്തോഷം സമൂഹത്തോട് പങ്കുവയ്ക്കുക, അപ്പോൾ ഹോമിയോ സമൂഹത്തോടു കൂടി പങ്കുവയ്ക്കുക എന്നുള്ള ഉദ്ദേശവും കൂടി ഇതിനകത്തുണ്ട്. എന്തായാലും ഈ അവസരത്തിൽ ഇതുകൊണ്ട് പറഞ്ഞ് അവസാനിക്കുന്നില്ല. എല്ലാം സഹിക്കാൻ കഴിയുന്നുള്ള അമ്മമാർക്ക് പ്രണാമമർപ്പിക്കുന്നതിനോടൊപ്പം ഈ ശാസ്ത്രത്തിൻ്റെ, ഹോമിയോ ശാസ്ത്രത്തിൻ്റെ പിതാവായ ഡോക്ടർ സാമുവൽ ഹനുമാൻ്റെ മുമ്പേ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. വരും എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് പുതിയ കാര്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. ഇനിയും നമുക്ക് സംവാദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.